വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് വർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് ചെയ്ത് കഴിഞ്ഞോടെ തന്നെ ആകെ റൂമൊക്കെ ആകെ അലങ്കോലമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ക്ലീൻ ആക്കാം. അത് നിങ്ങളിമ്പാടൊന്ന് കാണിക്കാൻ നല്ലൊരു വീഡിയോ ആണ്. കട്ട് ചെയ്തിട്ടില്ല ഈ പേപ്പറുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് വെക്കാട്ടോ ചെയ്യണത്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലായിട്ട് ഇങ്ങനെ അങ്ങനെ ഓഫറിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിനി. അപ്പോൾ അതിൽ കുറച്ചധികം ഓർഡർ കിട്ടിയിട്ടുണ്ടായിനി. അതിൻ്റെതാണ് ഈ കാണുന്നതൊക്കെ. ഇത് ഞാൻ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് വേണം ഇനി പോസ്റ്റ് ഓഫീസിൽ പോകണം ഇതൊക്കെ ഒന്ന് അയക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബോക്സിൽ ഞാനിങ്ങനെ നമ്മൾ പോളറോയിഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, അതായത് വുഡൻ്റെ ക്ലിപ്സ്, അതാണ് സെറ്റാക്കി വെക്കൽ. പിന്നെ എനിക്ക് 2 ദിവസം മുന്നേ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിനി. ഫുള്ള് വിൻറ്റേജ് ആയിട്ടൊരു ബോക്സ് സെറ്റാക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫ്രെയിം വാങ്ങിച്ചതിനി. ഇതിനേക്കാളും കൂടുതൽ സ്റ്റിക്കറുകളൊക്കെ ഉണ്ടാവുക. അതായത് നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഈ പിൻട്രസ്റ്റിൽ പോയിട്ട് നല്ല അസ്തെറ്റിക് വിൻറ്റേജ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാനത് വേഗം സേവ് ആക്കി വെക്കും. പിന്നെ വർക്ക് കിട്ടുന്ന നേരത്ത് നമ്മളതെല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ഈ ഫോട്ടോ സെറ്റാക്കി വെച്ചിട്ട് പ്രിൻ്റ് എടുക്കും. അങ്ങനെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഈ 2 ബോക്സിലുള്ളത്. അതായത് ബ്ലാക്ക് ബോക്സിൽ ഞാൻ കട്ട് ചെയ്ത സ്റ്റിക്കറുകളൊക്കെ, ബാക്കിയിൽ ഇനി കട്ട് ചെയ്യാനുള്ള സ്റ്റിക്കറുകളൊക്കെ. എൻ്റെ കയ്യിലുള്ള ടാപ്പ് കഴിഞ്ഞിട്ടുണ്ടായിനി. അപ്പം ഞാനിതൊന്ന് പുതിയ വാങ്ങിച്ചതാണ്.
അടിയിൽ ഈ ഒഴിവാക്കിയ എല്ലാ സാധനങ്ങളും അടിയിലാട്ടോ. അതൊക്കെ ഞാൻ അടിച്ചു കോരിയിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കണം. എല്ലാ പരിപാടിയും കഴിഞ്ഞതോടെ ഇപ്പോൾ റൂം ആകെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു റൂമിലാണ്ട് ഞാനിങ്ങനെ വർക്കൊക്കെ ചെയ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിയണം